ഇന്ന് 2025 നവംബർ 1 ഇന്നത്തെ പ്രധാനപ്പെട്ട ചില കറണ്ട് അഫെയർസുമായിട്ടാണ് നമുക്ക് നോക്കാം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ ആരാണ് 2025 നമ്മളെ വിട്ടുപോയത്? ഹോക്കി താരമായ മാനുവൽ ഫെഡറിക്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയായ ആരാണ് 2025 നമ്മളെ വിട്ടുപോയത്? ഹോക്കി താരമായ മാനുവൽ ഫെഡറിക്കാണ്. മാനുവൽ ഫെഡറിക് ഹോക്കി താരമാണ്. മാനുവൽ ഫെഡറിക് അദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി. ഇനി അദ്ദേഹത്തിന് മെഡൽ കിട്ടുന്നത് മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ്. നെതർലാൻഡിൽ വെച്ച് നടന്ന മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് അദ്ദേഹത്തിന് നേടിയത്. 2025 ഗായകനായ ആരെയാണ് ഹോർത്തൂസ് ആദരമുദ്ര നൽകി ആദരിക്കുന്നത്? യേശുദാസിന്. 2025 ഗായകനായ ആരെയാണ് ഹോർത്തൂസ് ആദരമുദ്ര നൽകി ആദരിക്കുന്നത്? യേശുദാസിനെയാണ്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ഡോക്ടർ എം.ആർ. രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കിട്ടിയ മേഖല എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ഇനി കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണ്? PB അനീഷിനും അഗ്രികൾച്ചർ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതിന് PB അനീഷിനാണ് കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. ആർട്സിന് രാജശ്രീ വാര്യർക്കും. രാജശ്രീ വാര്യർ എന്നാണ്. രാജശ്രീ വാര്യർ. ഓക്കെ, V ആണ്. രാജശ്രീ വാര്യർ. അപ്പോൾ 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. മേഖല എഡ്യൂക്കേഷൻ. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് രണ്ടുപേർക്കല്ല, 2 മേഖലകൾ മാത്രമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചറിന് ലഭിച്ചത് PB അനീഷിനും ആർട്സിന് ലഭിച്ചത് രാജശ്രീ വാര്യർക്കുമാണ്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. രാജ്യത്തിൻ്റെ അതിദരിദ്രമുക്ത സംസ്ഥാനമാകാൻ പോകുന്നത് കേരളം. രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമാകാൻ പോകുന്നത് കേരളം. പ്രഖ്യാപനം നടത്തിയത് 1/11/2025. 1/11/2025 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. വ്യോമസേനയുടെ ഉപമേധാവി ആരാണ്? ഉപമേധാവി നിർമ്മദേശ്വർ ത്രിപാഠിയാണ്. നിർമ്മദേശ്വർ ത്രിപാഠിയാണ് വ്യോമസേനയുടെ ഉപമേധാവി. 2025 ചാൾസ് രാജകുമാരൻ ആരുടെ രാജകീയ പദവിയാണ് നീക്കം ചെയ്തത്? ആൻഡ്രൂ വിൽസന്റെ. 2025 ചാൾസ് രാജകുമാരൻ ആരുടെ രാജകീയ പദവിയാണ് നീക്കം ചെയ്തത്? ആൻഡ്രൂ വിൽസന്റെ. അകാലത്തിൽ മരിച്ച ആസാമീസ് ഗായകനും നടനുമായ അന്ധസംഗീതജ്ഞൻ അഭിനയിച്ച ചിത്രം? അകാലത്തിൽ മരിച്ച ആസാമീസ് ഗായകനും നടനുമായ അന്ധസംഗീതജ്ഞൻ അഭിനയിച്ച ചിത്രം ഏതാണ്? റോയ് ബിനാലെയാണ്. റോയ് ബിനാലെ. 2025 രോഹിണി നയ്യർ പുരസ്കാരം ലഭിച്ച വ്യക്തി വിദ്യ പരശുറാംകാറാണ്. വിദ്യ പരശുറാംകാരനാണ്. വിദ്യ പരശുറാംകാരനാണ് 2025 രോഹിണി നയ്യർ പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ മികച്ച സാമൂഹിക നേത്ര ചികിത്സാ ഡോക്ടർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചിത്ര രാഘവൻ. രാജ്യത്തെ മികച്ച സാമൂഹിക നേത്ര ചികിത്സാ ഡോക്ടർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ചിത്ര രാഘവന്. ദക്ഷിണ നാവികസേന കമാൻഡറായി നിയമിതരായത് സമീർ സക്സേന. ദക്ഷിണ നാവികസേന കമാൻഡർ സമീർ സക്സേനയാണ് ദക്ഷിണ നാവികസേന കമാൻഡർ.
2025 ഫിഡെ ചെസ് ലോകകപ്പ് നടക്കുന്ന വേദി ഗോവ. 2025 ഫിഡെ ചെസ് ലോകകപ്പ് നടക്കുന്ന വേദി ഗോവയാണ്. ഇന്ത്യയിലെ ഗോവയിൽ വെച്ചാണ് 2025 ഫിഡെ ചെസ് ലോകകപ്പ് നടക്കുന്നത്. വിജയികൾക്ക് നൽകുന്ന ട്രോഫി ഏതാണ്? വിശ്വനാഥ് ആനന്ദിൻ്റെ പേരിലുള്ള ട്രോഫിയാണ്. വിജയികൾക്ക് വിശ്വനാഥ് ആനന്ദിൻ്റെ പേരിലുള്ള ട്രോഫിയാണ് നൽകുന്നത്. ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് നടത്തുന്നത് എവിടെ വെച്ചായിരുന്നു? അങ്കമാലിയിൽ വെച്ച്. രാജ്യത്തെ ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് നടന്നത് അങ്കമാലിയിൽ വെച്ചാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസാണ്. ഒന്നും കൂടെ റിവൈസ് ചെയ്യാം. വ്യോമസേനയുടെ ഉപമേധാവി, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫെഡറിക്. മാനുവൽ ഫെഡറിക് ഏത് താരമാണ്? ഹോക്കി താരമാണ്. അദ്ദേഹമാണ് 2025 നമ്മളെ വിട്ടു പോയത്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് മെഡൽ ലഭിച്ചത് നെതർലാൻഡിൽ വെച്ച് നടന്ന മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കല മെഡലാണ് ലഭിച്ചത്. 2025 ഗായകനായ ആരെയാണ് ഹോർത്തൂസ് ആദരമുദ്ര നൽകി ആദരിക്കാൻ പോകുന്നത്? യേശുദാസിനെയാണ്. 2025 കേരള ജ്യോതി പുരസ്കാരങ്ങൾ. ഡോക്ടർ എം.ആർ. രാഘവ വാര്യറിന് എഡ്യൂക്കേഷനിൽ ലഭിച്ചു. കേരള പ്രഭ പുരസ്കാരങ്ങൾ. അഗ്രികൾച്ചറിൽ പി.ബി. അനീഷിനും ആർട്സിൽ രാജശ്രീ വാര്യർക്കുമാണ് ലഭിച്ചത്. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ. രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. എന്നാണ് പ്രഖ്യാപിച്ചത്? 1/11/2025. വ്യോമസേനയുടെ ഉപമേധാവി നിർമ്മദേശ്വർ ത്രിപാഠി. 2025 ചാൾസ് രാജകുമാരൻ ആരുടെ രാജകീയ പദവിയാണ് നീക്കം ചെയ്തത്? ആൻഡ്രൂ വിൻസൻ്റെ. അകാലത്തിൽ മരിച്ച ആസാമീസ് ഗായകനും നടനുമായ അംഗസംഗീതജ്ഞൻ അഭിനയിച്ച ചിത്രം ഏതാണ്? റോയ് ബിനാലെയാണ്. 2025 രോഹിണി നയ്യർ പുരസ്കാരം ലഭിച്ച വ്യക്തി വിദ്യ പരശുറാംകാർ. രാജ്യത്തെ മികച്ച സാമൂഹിക നേത്ര ചികിത്സ ഡോക്ടർക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചിത്ര രാഘവന്. ദക്ഷിണ നാവികസേന കമാൻഡർ സമീർ സക്സേനയാണ്. ഫിഡെ ചെസ് ലോകകപ്പ് നടക്കുന്ന വേദി ഗോവ. വിജയികൾക്ക് നൽകുന്ന ട്രോഫി വിശ്വനാഥ് ആനന്ദിൻ്റെ പേരിലുള്ള ട്രോഫിയാണ്. രാജ്യത്തെ ഗ്ലോബൽ ആയുർവേദ സമ്മിറ്റ് നടന്നത് അങ്കമാലിയിൽ വെച്ചാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ കറണ്ട് അഫെയർസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.